പലരും എന്നെ വിളിക്കുമ്പോൾ അവരുടെ ബിസിനസ് കാര്യങ്ങൾ ചോദിക്കും. പുതിയ ചില ബിസിനസ്സുകൾ തുടങ്ങാൻ പ്ലാൻ ഉള്ളതിനെ കുറിച്ച് പറയും. ഈ ഉള്ള ബിസിനസ് തന്നെ മെച്ചപ്പെടുത്തേണ്ട വഴികൾ ചോദിക്കും. ഇനി സാമ്പത്തിക ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ഗുണത്തിന് വേണ്ടിയിട്ട് ആകെ തകർന്നു നിൽക്കുകയായിരിക്കും. സാമ്പത്തികമായിട്ടൊക്കെ പല രീതിയിലും തടസ്സങ്ങളും പ്രശ്നങ്ങളും ആയിരിക്കും. പക്ഷെ ഒരു നല്ലൊരു ബിസിനസ് തുടങ്ങിയാൽ അതിലൂടെ എന്തെങ്കിലും ഉയർച്ച വരുമോ? അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ബിസിനസ് ചെയ്യണം? അപ്പൊ എനിക്ക് ദൈവമായിട്ട് വല്ല കണക്ഷൻ ഉണ്ടല്ലോ, പല കാര്യങ്ങളും ദൈവം പറഞ്ഞു തരുന്നുണ്ടല്ലോ. അപ്പൊ എന്റെ ബിസിനസ് മേഖലയെ കുറിച്ച് ചോദിച്ചാൽ ദൈവം എന്തെങ്കിലും പറഞ്ഞു തരൂലേ? ഇനി ഞാനൊരു ബിസിനസ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നു. അപ്പൊ ആ ബിസിനസ് സക്സസ് ആകുമോ? അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടോ, അതോ വേറെ ബിസിനസ് നോക്കണോ? കാര്യം തുടങ്ങി വെച്ചിട്ടും പല ഉയർച്ചകൾ വരുന്നില്ല, തടസ്സങ്ങൾ വന്നുകൊണ്ടിരിപ്പുണ്ട്. ശരിക്കും മുമ്പ് പലരും അവരുടെ സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ബിസിനസ് ചെയ്യണം, അത് നേട്ടം വരുമോ എന്നൊക്കെ പറഞ്ഞൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ദൈവത്തിൽ പ്രാർത്ഥിച്ച് നോക്കുമ്പോൾ അവന്റെ മേഖല അല്ലെ അവരുടെയൊക്കെ ഏതെങ്കിലും ഒരു തൊഴിൽ മേഖലയിൽ കാണിച്ചു തരും. ചിലപ്പോൾ ഏതെങ്കിലും ഒരു ബിസിനസ് കാണിച്ചു തരും, എന്തെങ്കിലും ഒരു മേഖല എന്തെങ്കിലും കാണിച്ചു തരും. അപ്പൊ അത് ഞാൻ അവരുടെ അടുത്ത് പറയുകയും ഭയങ്കര സന്തോഷത്തോടുകൂടി അവർ ആ ജോലി തുടങ്ങുകയും മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യും. പക്ഷെ ചിലർക്കത് സക്സസ് ആവും, ചിലർക്കത് വൻ പരാജയമായിരിക്കും. പക്ഷെ കാണിച്ചു തന്ന കാര്യം കറക്റ്റാണ്, ദൈവം കാണിച്ചു തന്നു, ഞാൻ പറഞ്ഞു. പക്ഷെ എല്ലാവർക്കും അത് സക്സസ് ആവൂല. അപ്പൊ നിങ്ങളുടെ വിഷയങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പൊ ഇങ്ങനെയുള്ള ജോലിക്കാരെടുത്തോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ദൈവ ജോലിക്കാരുണ്ടല്ലോ, അപ്പൊ അവരുടെ അടുത്തൊക്കെ ചോദിക്കുമ്പോൾ അവര് ഇന്ന മേഖല പറഞ്ഞു തരും, ഇന്നത് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞ് അതൊക്കെ ഓരോ നമ്മളെ നയിക്കും. പക്ഷെ നമ്മളത് കേട്ടും കൊണ്ട് ചെയ്യുന്നത് പലതും സക്സസ് ആവൂല. അപ്പൊ അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മളിൽ നിൽക്കുന്ന നെഗറ്റീവ്സ് നമ്മളെ വളരാൻ അനുവദിക്കാതെ ബ്ലോക്ക് ചെയ്ത് വെക്കുന്നു. ഇത് ഒരു പ്രധാന കാരണം. പക്ഷെ ഞാനിപ്പോ പറയുന്നത്, നമ്മൾ സൃഷ്ടാവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ആ ദൈവത്തിൽ തന്നെ ഉറച്ചു വിശ്വസിക്കുകയും മറ്റു ശക്തികളെയൊന്നും ആശ്രയിക്കാതെ ഒരാൾ നിന്നാൽ പിന്നെ മറ്റ് ശക്തികളുടെ ശല്യമല്ല നമുക്ക് കൂടുതലായിട്ട് വരുന്നത് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. കാരണം നിങ്ങൾ ദൈവത്തിലോട്ട് എത്തിക്കഴിഞ്ഞു. അപ്പം സൃഷ്ടാവ ദൈവമായിട്ട് ബന്ധം നിങ്ങൾക്ക് വരുന്നുണ്ട്, ആ ഒരു ലെവലിലേക്ക് നിങ്ങൾക്ക് കയറി വരാൻ കഴിയുന്നു, മനസ്സ് ബോൾഡായി വരുന്നുണ്ടെങ്കിൽ മറ്റൊരു ശക്തികൾക്ക് കാര്യമായി നിങ്ങളെ ശല്യം ചെയ്യാൻ കഴിയില്ല. പക്ഷെ ശല്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വരും. അത് ഓരോ ബിസിനസ്സിലോട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും മേഖലയിലോട്ടോ നിങ്ങൾ ഇറങ്ങുമ്പോൾ പതുക്കെ തടസ്സങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അവിടെ ഒന്നും നിങ്ങൾ തോറ്റുപോകില്ല. കാരണം നിങ്ങൾ ദൈവത്തെ മുറുകെ പിടിക്കുന്ന കാലത്തോളം അവിടെ എല്ലാം നിങ്ങൾ ഉയർന്നു തന്നെ വരും. പക്ഷെ എന്റെ അടുത്ത് ചോദിക്കുമ്പോൾ നിങ്ങൾ ഇന്ന ബിസിനസ് ചെയ്യണം അല്ലെങ്കിൽ ഇതാണ് നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ എനിക്ക് പറഞ്ഞുതരാൻ കഴിയൂല. കാരണം പണ്ടുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇപ്പൊ ഒരു ഹോട്ടൽ മുതലാളിയുടെ ഒരു സിറ്റുവേഷൻ വെച്ച് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഒരു മുതലാളി ഒരു ഹോട്ടൽ തുടങ്ങി. അപ്പൊ അയാളുടെ ബിസിനസ് എന്താണ്? ഹോട്ടൽ ബിസിനസ് കിട്ടി, അല്ലെങ്കിൽ ആരെങ്കിലും അയാളുടെ അടുത്ത് പറഞ്ഞു നിങ്ങളുടെ തൊഴിൽ മേഖല ഇതാണ്. പുള്ളി ഹോട്ടൽ തുടങ്ങി. അപ്പൊ നേരത്തെ 2012 മുമ്പുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഈ കൃപ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ഔദാര്യത്തോടുകൂടി ദൈവം സകലരെയും മറ്റു ശക്തികളിലൂടെ പ്രൊട്ടക്ട് ചെയ്യുകയും സഹായിച്ചും കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പൊ എത്ര ആത്മീയ വളർച്ച ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി, എത്രത്തോളം ഒരു വ്യക്തി നെഗറ്റീവ് ആണെങ്കിലും ശരി, അവന്റെ പ്രാർത്ഥന വെച്ച് അല്ലെങ്കിൽ ആ വ്യക്തി നാളൊരു സമയത്ത് നന്നാകും എന്ന് വെച്ച് ഇപ്പോഴുള്ള തടസ്സങ്ങളെല്ലാം മാറ്റി ദൈവം തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടമായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് സ്ട്രിക്റ്റ് ആയത്, ഇനി അങ്ങനെ കാര്യങ്ങൾ സ്മൂത്ത് ആകൂല എന്ന് ഞാൻ പറയുന്നത്. അപ്പൊ ഈ ഹോട്ടൽ മുതലാളി ശരിക്കും ആ മുതലാളിക്ക് നല്ല ഉയർച്ച വരുന്നത് ഈ ഹോട്ടൽ ആയിട്ട് ബന്ധപ്പെട്ട് പാചകങ്ങളെക്കുറിച്ചോ രുചികരമായ വിഭവങ്ങൾ ഉണ്ടാക്കുന്ന രീതികളെക്കുറിച്ചോ ഇതിന്റെ അകത്തുള്ള ബിസിനസ് ടെക്നിക്ക് നേക്കുകൾ ഒക്കെ ഒന്നും പഠിക്കാതെ കുറച്ച് കാശ് എവിടുന്നോ കിട്ടി അല്ലെങ്കിൽ വസ്തു എന്തോ പാരമ്പര്യമായിട്ട് കിട്ടിയ വസ്തുവൊക്കെ വിറ്റ് ഒരു ഹോട്ടൽ തുടങ്ങി. മുതലാളിയായിട്ട് കൗണ്ടറിൽ ഇരിപ്പുണ്ട്, കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്. പക്ഷെ നല്ല കഴിവുള്ള ഒരു മാനേജറോ നല്ലൊരു പാചകക്കാരനോ ആ ഹോട്ടലിൽ നേതൃത്വം നൽകി മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് ഈ മുതലാളിക്ക് നല്ല ഉയർച്ചയും വളർച്ചയും വന്നുകൊണ്ടിരുന്നത്. കഴിഞ്ഞ കാലഘട്ടം അങ്ങനെയായിരുന്നു. അപ്പം ശരിക്കും ഈ മുതലാളിക്ക് നല്ല വളർച്ച വന്നിട്ടുണ്ട്. ഭക്തനാണ്. പക്ഷെ സൃഷ്ടാവ ദൈവത്തിലൊന്നും അല്ല, മറ്റു ശക്തികളുടെ പിറകെ ദൈവം എന്ന് വിളിച്ച് പൊയ്ക്കൊണ്ടിരുന്ന അത്രേ അറിവുള്ളൂ. പക്ഷെ ഹോട്ടലിലൊക്കെ നല്ല വളർച്ചയുണ്ട്. പക്ഷെ പുള്ളിക്ക് ആത്മീയ വളർച്ച അധികം ഇല്ലാത്തത് കാരണം കിട്ടുന്ന കാശ് പല രീതിയിലും ദുർവിനിയോഗം ചെയ്യുന്നുണ്ട്. ചിലപ്പോ അനാവശ്യമായിട്ട് ചില ദുശീലങ്ങളിൽ കൊണ്ട് ഈ കാശ് കുറെ കളയുന്നുണ്ട്. കണക്കുകളൊന്നും കറക്റ്റ് നോക്കാതെ അതൊന്നും ബാലൻസ് ചെയ്ത് ഒന്നും ശ്രമിക്കുന്നില്ല. കാശ് കിട്ടുന്നു, ചിലവാക്കുന്നു, കിട്ടുന്നു, ചിലവാക്കുന്നു. ആ കൂടെയുള്ള ജോലിക്കാർ അല്ലെങ്കിൽ
മേൽനോട്ടത്തിലുള്ള ആ വ്യക്തി പറയുന്നു ആ സാധനം തീർന്നു പോയി, അല്ലെങ്കിൽ ഉള്ളി തീർന്നു പോയി, സവാള തീർന്നു പോയി, അരി തീർന്നു പോയി എന്ന് പറയുമ്പോഴെല്ലാം അതൊക്കെ അങ്ങ് പൈസ കൊടുത്തു വാങ്ങിക്കുന്നു. ഈ കൂടെയുള്ള ജോലിക്കാർ ആത്മാർത്ഥതയുള്ളവരും നല്ല കൈപുണ്യമുള്ളവരും, ഒരു പാചകക്കാരനാണെങ്കിലും മതി, നല്ല കൈപുണ്യമുള്ളവരും തൊഴിലിനോട് ഭയങ്കരമായ ആത്മാർത്ഥതയും തൊഴിൽ നേരാവണ്ണം ചെയ്യാൻ കഴിവും അറിവും ഉള്ളവരും ഉള്ള ഒരാൾ ആ ഹോട്ടലിൽ ഉള്ളത് കൊണ്ട് ഈ മുതലാളിക്ക് നല്ല വളർച്ചയെ ഉയർച്ചയും. അപ്പൊ മുതലാളി നോക്കുമ്പോൾ എന്താണ്, മറ്റേ ജോത്സ്യര് പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ആരെങ്കിലും പ്രശ്നം വെച്ച് അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് പറഞ്ഞതുപോലെ ഹോട്ടൽ ജോലി ചെയ്താൽ നല്ല ഉയർച്ച വരും എന്ന് കിട്ടി. മുതലാളി ഇയാൾ ഉള്ള കാശ് കൊണ്ടൊരു ഹോട്ടൽ തുടങ്ങി. പ്രവചിച്ച് പറഞ്ഞതുപോലെ ഹോട്ടലിലൂടെ വൻ ഉയർച്ച, ഒരു കുഴപ്പമില്ല, ദൈവം ഉയർത്തിക്കൊണ്ടു പോകുന്നു, പൂർണ്ണ സന്തോഷം, ഹാപ്പി. പക്ഷെ ഈ തൊഴിലുമായിട്ട് ഇയാൾക്ക് വലിയ ആത്മാർത്ഥതയില്ല, ഇയാൾക്ക് ഇതിന്റെ യാതൊരു ബിസിനസ് ടെക്നിക്കും അറിഞ്ഞൂടാ, ഇയാൾക്ക് കൈപുണ്യവും ഇല്ല, പാചകം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഇയാൾക്ക് നേരെ പിടിയില്ല. അടുക്കളയുടെ ഭാഗത്തോട്ടൊക്കെ പോയി എത്തി നോക്കും, അതിന് മാറി വരും. പുകയൊക്കെ അടിക്കുമ്പോൾ ഇയാൾക്ക് അലർജി, അല്ലെങ്കിൽ അത് ഒത്തിരി ബുദ്ധിമുട്ട്, ചൂട് ബുദ്ധിമുട്ട്. പക്ഷെ ഇയാളുടെ കൂടെ ആത്മാർത്ഥമായി നിൽക്കുന്ന തൊഴിലാളികൾ ആയത് കാരണമാണ് ഇയാൾക്ക് ഉയർച്ച. അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, അമിതമായി ആർത്തിയില്ലാത്ത, പണത്തോട് ആർത്തിയില്ലാത്ത പ്രധാന തൊഴിലാളികൾ ഇയാളുടെ കൂടെ ഉണ്ടായിരുന്നിരിക്കാം. ഇതൊക്കെ ഒരു അനുഗ്രഹം പോലെ കിട്ടുന്നതാണ്. അവർ അത്യാഗ്രഹമൊന്നും ഇല്ലാതെ ഹാർഡ് വർക്ക്, കഠിന അധ്വാനം ചെയ്യുന്നു. അവർക്ക് നല്ല കൈപുണ്യം ഉള്ളത് കൊണ്ട് നല്ല രുചികരമായ ആഹാരം ഉണ്ടാക്കിയെടുക്കുന്നു. നല്ല രുചികരമായ ആഹാരമായത് കാരണം കൂടുതൽ ആൾക്കാർ ആ ഹോട്ടലിലേക്ക് വരുന്നു, നല്ല കച്ചവടം നടക്കുന്നു. സപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക് നിൽക്കുന്നവൻ നല്ല ആത്മാർത്ഥത. മുതലാളി ജസ്റ്റ് അവിടെ നിന്നുകൊണ്ട് മേൽനോട്ടം നോക്കി ഇത് ചെയ്ത അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു ചോദിച്ചതേ ഉള്ളൂ. ഇതൊക്കെ എന്താണെന്നോ എങ്ങനെയാണെന്നോ ഒന്ന് ചെയ്യാനോ ഇതുമായിട്ട് യാതൊരു എക്സ്പീരിയൻസും ഈ മുതലാളിക്കില്ല. മുതലാളി എന്ത് ചെയ്യുന്നു, വൈകുന്നേരം ആകുമ്പോൾ കിട്ടുന്ന കാശ് കൊണ്ടുവന്ന് കുടുംബത്തിന് ചെലവാക്കുന്നു, കുറെ ദൂർത്തരിച്ച് കളയുന്നു, മറ്റ് മനുഷ്യദൈവങ്ങൾ എന്ന് പറഞ്ഞ് നടക്കുന്ന കുറെ ആത്മീയ കള്ളന്മാർക്ക് കൊണ്ട് കൊടുക്കുന്നു. കാര്യം അതുകൊണ്ടാണല്ലോ അനുഗ്രഹം കിട്ടുന്നത്. ഇങ്ങനെ ഈ മുതലാളി ശരിക്കും പറഞ്ഞാൽ ഈ പണമൊക്കെ കിട്ടി സുഖിച്ച് ഉയർച്ചയിൽ പോകും തോറും ആത്മീയമായി വഴിതെറ്റിക്കൊണ്ടിരിക്കുകയും, എന്നാൽ ഇയാളുടെ വിചാരം എന്താണ്, ഇയാളെ ദൈവം അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, ഇയാളാണ് ദൈവത്തിന്റെ അനുഗ്രഹമുള്ള ആൾ എന്നാണ് ഇയാളുടെ ധാരണ. ശരിക്കും ദൈവാനുഗ്രഹം കിടക്കുന്ന ആർക്ക് ഈ കർമ്മത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും കർമ്മം വൃത്തിയായിട്ട് ചെയ്യുകയും അത് സത്യസന്ധതയോടെയും ആത്മാർത്ഥതയോടെയും ചെയ്യുകയും പണത്തോട് അധികം ആർത്തിയില്ലാതെ ഫലം ഇച്ഛിക്കാതെ കർമ്മം നല്ല രീതിയിൽ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഇയാളുടെ കൂടെ നിൽക്കുന്ന വിശ്വസ്തരായ തൊഴിലാളികൾക്കാണ് ദൈവാധീനം കിടക്കുന്നത്. അവരുടെ ആത്മാവ് ദൈവത്തിന്റെ പോസിറ്റീവിലേക്ക് അവർ പാകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അവരതിലോട്ട് പോകാൻ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അവരാണ് ദൈവത്തിന്റെ പോസിറ്റീവിലേക്ക് പോകുന്നത്. കാരണം കൈപുണ്യമുണ്ട്, തൊഴിലിനോട് ആത്മാർത്ഥത, നേരത്തെ പറഞ്ഞ സകല ഗുണങ്ങളും ഈ തൊഴിലാളികൾക്കുണ്ട്. ഈ തൊഴിലാളികൾ ഉള്ളത് കൊണ്ടാണ് ഈ മുതലാളി പച്ചപിടിച്ച് സുഖിച്ച് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ മുതലാളി വിചാരം എന്താണ്, എന്റെ കൂടെയാണ് ദൈവം, അവരൊക്കെ പാവം, കഷ്ടം എന്ന് പറഞ്ഞ് മുതലാളി എന്തെങ്കിലും കൂടുതൽ ഇതും കൂടി ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് വലിയ അഹങ്കാരത്തിൽ അല്ലെങ്കിൽ വലിയ നല്ല ജാടയിൽ കൊടുക്കുമ്പോൾ ഈ മുതലാളിയുടെ മനസ്സ് ഭയങ്കര സന്തോഷത്തിലും ഭയങ്കര തൃപ്തിയിലുമാണ്. ഒന്നിനും മുട്ടില്ല, നല്ല ഉയർച്ച, പ്രവാചകർ പ്രവചിച്ച് പറഞ്ഞതുപോലെ ചെയ്ത ബിസിനസ്സിൽ വലിയ ഉയർച്ച. അപ്പൊ ഇങ്ങനെ വരുമ്പോ ഈ മുതലാളിയുടെ ആത്മാവ് മോക്ഷം കിട്ടുമോ? ആത്മാർത്ഥതയുള്ള തൊഴിലാളികൾക്ക് മോക്ഷം കിട്ടാം സാധ്യതയുണ്ട്. പക്ഷെ ഇയാൾക്ക് മോക്ഷം കിട്ടൂല. ഇയാൾക്ക് മോക്ഷം കിട്ടണമെങ്കിൽ തന്നെ അടുത്ത പല ജന്മങ്ങളിലൂടെ ഇയാൾക്കും ഈ തൊഴിൽ മേഖലയായിട്ട് ആത്മാർത്ഥത ഉണ്ടായി വരണം. ഏത് തൊഴിലാണെങ്കിലും മനസ്സ് ആ ലെവലിൽ സത്യസന്ധത, ആത്മാർത്ഥത, നീതി, ന്യായം, ചെയ്യുന്ന തൊഴിലിൽ പെർഫെക്ഷൻ, ആ തൊഴിൽ നേരെ അറിഞ്ഞിരിക്കണം. ഇങ്ങനെയുള്ള എല്ലാ ഗുണപാഠങ്ങളും പഠിച്ച് ഇയാൾ എന്ന് മറ്റ് ആ കൂടെയുള്ള തൊഴിലാളികളെ പോലെ ഇയാൾ എന്നൊരു ഹാർഡ് വർക്കർ ആകുമോ, ഇല്ലെങ്കിൽ നല്ലൊരു ദൈവാധീനമുള്ളൊരു തൊഴിലാളിയാകുമോ? അങ്ങനെ ആയാൽ മാത്രമേ ഈ മുതലാളിക്കും മോക്ഷം കിട്ടുള്ളൂ, അല്ലെങ്കിൽ മുതലാളിക്കും ദൈവത്തിന്റെ പോസിറ്റീവിലോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലാതെ ഈ ദുർനടപ്പും മദ്യപിച്ചും സുഖിച്ചും സ്ത്രീ സുഖവും ഒക്കെ അനുഭവിച്ച് നടക്കുന്ന ഈ മുതലാളിക്ക് ഒരിക്കലും മോക്ഷം അല്ലെങ്കിൽ ദൈവത്തിന്റെ പോസിറ്റീവിൽ പോകാൻ പറ്റൂല. കാര്യം ഭൗതികമായിട്ടുള്ള എല്ലാ സുഖങ്ങളും കിട്ടിക്കൊണ്ടിരിക്കുന്നതല്ലാതെ ആത്മീയമായിട്ട് യാതൊരു ഗുണവും അവിടെ സംഭവിക്കുന്നില്ല. പ്രകൃതിയുടെ വ്യവസ്ഥയിൽ പുള്ളി എത്തുന്നില്ല, പോസിറ്റീവ് ആകുന്നില്ല. ഇപ്പൊ പുള്ളി ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവിലാണ് പുള്ളി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ പുള്ളി വിചാരിക്കുന്നത് ഞാൻ പോസിറ്റീവാണ്. കാര്യം ദൈവാധീനം നിൽക്കുകയല്ലേ, പ്രവചിച്ച് ആരോ പറഞ്ഞതുപോലെയൊക്കെ സംഭവിച്ച് ഉയർച്ച നിൽക്കുക. പക്ഷെ ഈ കാലഘട്ടത്ത് ഇങ്ങനെയുള്ള മുതലാളിമാരെയും
ദൈവത്തിന് പോസിറ്റീവിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട്. കാരണം ആത്മാവ് ഇനി പല ജന്മമെടുത്ത് പഠിക്കാനുള്ള സമയമില്ല. അതൊക്കെ കൊണ്ടാണ് ഇപ്പോൾ സ്ട്രിക്റ്റ് ആയിരിക്കുന്നത്. പലരും എന്നെ വിളിച്ച് ചോദിക്കുന്നു, ആ തൊഴിൽ ചെയ്യാമോ, ഇത് ചെയ്താൽ സക്സസ് ആകുമോ, ഇത് എനിക്ക് ഈ കാലഘട്ടത്ത് എനിക്ക് ഇങ്ങനെ പറഞ്ഞു തരാൻ പറ്റില്ല. കാരണം മറ്റേ കാലഘട്ടത്തിലുള്ള ഓരോരുത്തർ പറഞ്ഞു കൊടുത്തതുപോലെ ഇന്നത് ചെയ്താൽ ഓക്കെ എന്ന് പറയുമ്പോൾ ബാക്കി യാതൊരു കഴിവോ ഒരറിവോ ഒന്നും ആ തൊഴിൽ ഇല്ലെങ്കിൽ പോലും അവൻ ദൈവത്തിൽ വിശ്വസിച്ചും കൊണ്ട് അങ്ങ് തുടങ്ങുന്നത് കാരണം ദൈവം അവനെ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ട് പോകുന്നതേ ഉള്ളൂ. അല്ലാതെ അവന്റെ യാതൊരു കഴിവോ ഗുണോ കണ്ടിട്ടല്ല ആ തൊഴിലിലൂടെ അവൻ ഉയർച്ച കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇനി അങ്ങനെയല്ല. ദൈവത്തിന് ആവശ്യമുള്ള പോസിറ്റീവിലേക്ക് പോകേണ്ട ആത്മാക്കൾക്ക് ഒരു തൊഴിൽ തുടങ്ങണമെങ്കിൽ ആദ്യം ആ തൊഴില് എന്താണെന്ന് അടിസ്ഥാനം മുതലേ ആ തൊഴിലിനെ കുറിച്ച് സകലതും പഠിച്ചിരിക്കണം. ഇപ്പൊ എന്റെ അടുത്ത് ഒരാൾ ചോദിക്കുകയാണ്, ഞാൻ ഇന്ന ബിസിനസ് തുടങ്ങാൻ പോവുകയാണ്, തുടങ്ങി സക്സസ് ആകുമോ എന്ന് ചോദിച്ചാൽ ഞാൻ എങ്ങനെ ആൻസർ പറയും? ആ തൊഴിലായിരിക്കും അവന്റെ ജാതകത്തിലോ അല്ലെങ്കിൽ അവന്റെ ഹസ്തരേഖയിലോ ഒക്കെ ഈ തൊഴിലായിരിക്കും പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ തൊഴിൽ പറഞ്ഞിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ചാടിക്കേറി ആ തൊഴിലിലോട്ട് ഇറങ്ങിയാൽ ഈ തൊഴിലിനെ കുറിച്ച് അവൻ എന്തെങ്കിലും അറിയാമോ? ഈ തൊഴിലില് 4 കാശ് ഉണ്ടാക്കുന്ന ആ ബിസിനസ് ടെക്നിക്കുകൾ ഈ വ്യക്തിക്ക് അറിയാമോ? ഇതൊന്നും അറിഞ്ഞൂടാതെ എനിക്ക് ഈ തൊഴിൽ ചെയ്യാമോ, ഞാൻ സക്സസ് ആകുമോ എന്ന് ചോദിച്ചാൽ ഈ കാലഘട്ടത്ത് സക്സസ് ആവൂല. ഈ കാലഘട്ടത്ത് ശരിക്കും ഇന്നത് ചെയ്, അത് ചെയ്, അങ്ങനെ ചെയ്, ഇങ്ങനെ ചെയ് എന്ന് ഈ ദൈവത്തിന്റെ ജോലിക്കാർ പറയുന്നു. മനുഷ്യർ കേട്ട് നിൽക്കുന്നവൻ അതേപോലെ അങ്ങ് ഓരോന്നോരോന്ന് ചെയ്തു പോകുന്നു. അടുത്തത് ഞാൻ എന്ത് ചെയ്യട്ടെ, അങ്ങനെ ചെയ്യട്ടെ. അപ്പൊ ഇയാൾ പറയും അങ്ങനെ ചെയ്തു. ഇയാൾക്ക് കുറെ വരുമാനം കിട്ടുന്നു. കുറെ ആൾക്കാർ ഇയാൾ ഇങ്ങനെ അത് ചെയ്തോ, ഇങ്ങനെ ചെയ്തോ, അങ്ങനെ ഞാൻ കാണുന്നു, ഇങ്ങനെ ഞാൻ കാണുന്നു എന്ന് പറഞ്ഞ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ചെയ്ത് ഭൗതികത്തിൽ പോകുന്നതല്ലാതെ ഈ വ്യക്തി ഒരിക്കലും സ്വന്തമായി ഉയർന്നു വരുന്നില്ല. അവൻ വെറും ഒരു ബൊമ്മ അല്ലെങ്കിൽ റോബോട്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അയാൾ കീ കൊടുക്കുന്നു, ഇയാൾ കൈയിട്ടടിക്കുന്നത് പോലുള്ള ഒരു ബൊമ്മയായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ദൈവത്തിന് ആവശ്യം അതല്ല. കാര്യപ്രാപ്തി, കഴിവ്, ദൈവാധീനം, കൈപുണ്യം ഇതെല്ലാം ഇഴുകിച്ചേർന്ന് ബുദ്ധിയും കഴിവും ഒക്കെ വേണ്ട രീതിയിൽ ഉപയോഗിച്ച് ശക്തമായി പോരാടി ഹാർഡ് വർക്ക് ചെയ്ത് ഉയർന്നു വരുന്ന ഒരു ആത്മാവിനെയും സകലതും പഠിച്ചു തെളിഞ്ഞു വരുന്ന ഒരു ആത്മാവിനെയാണ് വേണ്ടത്. ദൈവം നമ്മളെ ഭൂമിയിൽ ജനിപ്പിക്കുമ്പോൾ ഒരു മനുഷ്യനെ ഭൂമിയിൽ ആ മനുഷ്യ ജന്മം കൊടുക്കുമ്പോൾ മറ്റ് മൃഗങ്ങളിലൂടെയും പക്ഷി ജീവജാലങ്ങളിലൂടെയും എല്ലാം പഠിച്ച പ്രകൃതി തത്വങ്ങൾ, ശരിയത് തെറ്റിയത്, ഇതെല്ലാം ഒരുവന്റെ ഉള്ളിൽ ഒരു പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടാണ് അവനെ മനുഷ്യജന്മത്തിൽ ജനിപ്പിക്കുന്നത്. അപ്പൊ അവന്റെ ഉള്ളിൽ എല്ലാം ഉണ്ട്. അവനെ സ്വതന്ത്രമാക്കി വിട്ടേക്കുകയും സമയം ഓരോ ഭാഗത്തു നിന്നും അവൻ അറിവ് കേട്ട് ഈ അവന്റെ ഉള്ളിൽ ഇരിക്കുന്ന ആ ദൈവത്തിന്റെ വ്യവസ്ഥകൾ, പ്രകൃതി വ്യവസ്ഥകളെ അവൻ പുറത്തു കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. അവനിലെല്ലാം ഉണ്ട്. എല്ലാ കഴിവും കാര്യങ്ങളും എല്ലാ അറിവും അവന്റെ ഉള്ളിൽ ഉണ്ട്. പക്ഷെ ഇത് ഉള്ളിൽ നിന്ന് നമ്മൾ ഈ പറയുന്നത് നമ്മളുടെ ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെ പെട്ടെന്ന് കാര്യം സാധിക്കാനായിട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള വഴികൾ തേടുന്നത്. ഞാൻ അങ്ങനെ ചെയ്തു, ഒന്ന് പ്രാർത്ഥിച്ച് നോക്കി, ഒന്ന് പറഞ്ഞു തരുമോ എന്ന് പറയുന്നത്. നമുക്കിന്ന് പ്രാർത്ഥിച്ച് ആ ദൈവോട്ട് അടുത്ത് ഈ കാര്യം കണ്ടെത്താനുള്ള മെനക്കേട് ഒരു പാടാണ്. അതേസമയം വേറെ ഇതിനു വേണ്ടി രാവിലെ തൊട്ട് വൈകുന്നേരം കുത്തിയിരിക്കുന്ന ഒരാളുടെ അടുത്ത് പോയി 100 ആയിരോ കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് പറഞ്ഞു തരണമെങ്കിൽ കാര്യം സ്മൂത്ത് അല്ലേ? നമുക്ക് മെനക്കെടില്ലല്ലോ. ഇതല്ല. അപ്പൊ യവൻ ശരിക്കും പറഞ്ഞ വീണ്ടും ഒരു കഴിവില്ലാത്തവരായി മാറുകയോ? അതല്ല വേണ്ടത്. നമ്മുടെ ഉള്ളിലൂടെ നമ്മൾ തന്നെ മനസ്സിലാക്കി നമ്മൾ തന്നെ ഓരോന്ന് കണ്ടെത്തി. ഇപ്പൊ നമ്മൾ പ്രാർത്ഥിച്ചു, ദൈവം കാണിച്ചു തരുന്നു ഒരു ഹോട്ടൽ ബിസിനസ് ചെയ്യുന്നതായിട്ട്, ഇല്ലെങ്കിൽ ഒരു ചെരുപ്പ് കമ്പനി ഒരു ചെറിയൊരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി പോലെ ഒരു ചെരുപ്പ് കമ്പനി തുടങ്ങുന്നതായിട്ട് കാണിച്ചു തന്നു. കണ്ട ഉടനെ ചെരുപ്പ് കമ്പനി അങ്ങ് ചാടിക്കൽ തുടങ്ങരുത്. കാരണം നമ്മൾ ആ ചെരുപ്പ് കമ്പനിയെ കുറിച്ച് പഠിക്കണം, ചെയ്തവരെ ആൾക്കാരെ കുറിച്ച്. നമ്മൾ ഈ കാലഘട്ടത്ത് സകലമാന കാര്യങ്ങൾ A to Z പഠിക്കാനുള്ള ഫ്രീ ആയിട്ട് യൂട്യൂബിലൂടെയൊക്കെ ദൈവം തന്നെ എല്ലാവർക്കും എല്ലാം തുറന്നു കൊടുത്തിട്ടുണ്ട്. എല്ലാ മേഖലയിലൂടെ നമുക്ക് പഠിച്ചെടുക്കാനുള്ള എല്ലാ വഴികളും ഉണ്ട്. പണ്ടത്തെ പോലെ അല്ല. അപ്പൊ നമ്മളത് മാക്സിമം പഠിക്കണം. പഠിച്ച് അതിന്റെ സകല വശങ്ങളും അതിന്റെ നാക്കുകളും അതിന്റെ ഒരു സീക്രട്ടും ഒക്കെ പഠിച്ച് എങ്ങനെയൊക്കെ നമുക്ക് ലാഭകരമായി ബിസിനസ് ചെയ്യാം ഇതെല്ലാം പഠിക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ബിസിനസ് ഇതാണെന്ന് ഇപ്പൊ വേറൊരു വ്യക്തി പ്രാർത്ഥിച്ച് പറഞ്ഞെന്നാൽ പോലും നമ്മളത് കേട്ടുകൊണ്ട് ചാടി ഇറങ്ങി ഒരു ബിസിനസ് തുടങ്ങിയാൽ ഈ കാലഘട്ടത്ത് ദൈവം സ്ട്രിക്റ്റ് അല്ലെങ്കിൽ പ്രകൃതി സ്ട്രിക്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഉയർച്ച വരൂല. നമ്മളത് അടിസ്ഥാനം A to Z പഠിച്ചിറങ്ങിയാലേ അത് ഉയർച്ച വരുള്ളൂ. ഇപ്പൊ മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ നമ്മളൊരു പാചകം ചെയ്യേ, ഒരു പാചകക്കാരനാണെന്ന് വെച്ചോ. അപ്പം നമുക്ക് ഉപ്പും പഞ്ചസാരയും തമ്മിൽ നമുക്ക് തിരിച്ചറിഞ്ഞൂടാ. നമുക്ക് എപ്പോഴും തെറ്റിപ്പോവും. അപ്പൊ നമ്മൾ ഭയങ്കര പ്രാർത്ഥന, ദൈവമേ എന്റെ കറി ശരിയാവണേ, ഞാൻ ഉണ്ടാക്കുന്ന കറി നല്ല ടേസ്റ്റ് ആയിരിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് അവസാനം ഉപ്പിന് പകരം കുറച്ച് പഞ്ചസാര എടുത്ത് ഇട്ടുവിടുന്ന
ആ കറി ടേസ്റ്റ് ആവുമോ? അപ്പൊ ഈ പ്രാർത്ഥനയുടെ ഫലം ഉണ്ടാ. ആദ്യം ഉപ്പും പഞ്ചസാരയും വേർതിരിച്ചറിയാനുള്ള അത് പഠിച്ചു വെക്കണം. അവിടെ തെറ്റിപ്പോകരുത്. അതുപോലെ ഇത് ഞാൻ നിസ്സാര ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അതേപോലെ പല മേഖലകളിലും നമ്മൾക്ക് തെറ്റാൻ പാടില്ല. നമുക്ക് തെറ്റിപ്പോയിട്ട് ദൈവം പ്രാർത്ഥിച്ചിട്ട് ഫലം തന്നില്ല, അല്ലെങ്കിൽ ദൈവം പറഞ്ഞതുപോലെ ഞാൻ ഒരു ബിസിനസ് തുടങ്ങിയിട്ട് ഒരു ഉയർച്ച വന്നില്ല എന്ന് പറഞ്ഞാൽ അത് വെറും മണ്ടത്തരമാണ്. ഇപ്പൊ നമ്മൾ ആ ഒരു എന്ത് കാര്യം കണ്ടാലും നമുക്ക് ദൈവം കഴിവ് തന്നിട്ടുണ്ട്, നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ട്. എല്ലാ മേഖലയിലും നമുക്ക് ബുദ്ധിയുണ്ട്. ഇപ്പൊ നമ്മളൊരു വിവാഹം കല്യാണം കഴിക്കാൻ പ്ലാൻ ചെയ്യുന്ന വെച്ചാൽ നിങ്ങളുടെ പ്രായപൂർത്തിയായവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് മക്കളെ കല്യാണം കഴിപ്പിക്കേണ്ട ലെവലിലുള്ളവരാണെങ്കിലും നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക. നിങ്ങൾ എന്തെല്ലാം തിരിച്ചും മറിച്ചും അന്വേഷിക്കും. അതന്വേഷിച്ച് ഇതന്വേഷിച്ച് നമുക്ക് യോജിച്ചതാണോ ഒക്കെ നോക്കിയിട്ടല്ലേ ഇത് സമ്മതിക്കുള്ളൂ. എന്നിട്ടും തെറ്റിപ്പോവുകയാണ്. കാരണം നമ്മൾ നോക്കുന്നതിലും നമ്മൾ കണ്ടുപിടിക്കുന്നതിലും വരെ തെറ്റിപ്പോവുകയാണ്. അപ്പോൾ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ചാടിക്കയറി 4 കാശിപ്പം കിട്ടും, മറ്റേയാൾക്ക് നല്ല വരുമാനം, ഈ ബിസിനസ്സിലൂടെ ഭയങ്കര ഉയർച്ച അയാൾക്ക് കിട്ടി, എന്റെ മറ്റേ ബന്ധു ഈ ബിസിനസ്സിലൂടെ ഭയങ്കര ഉയർച്ച എന്ന് പറഞ്ഞ് നമ്മൾ ചാടിക്കയറി ചെയ്യരുത്. നമ്മൾക്ക് അത്രേ അറിവുള്ളൂ, അത്രേ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ലെവലിലേ മുന്നോട്ട് പോകുള്ളൂ. പിന്നെ ഈ സംഭവിക്കുന്ന വെച്ചാൽ പലരും ബിസിനസ് തുടങ്ങും, അത് ആദ്യം പൊട്ടി കുത്തുവാളാവും. പിന്നെ എങ്ങനെയെങ്കിലും പിടിച്ചു കയറാൻ വേണ്ടിയിട്ട് പല വഴി കിടന്ന് കഷ്ടപ്പെട്ടപ്പോ നമ്മൾ പോലും അറിയാതെ ശരിക്കും നമ്മൾ ആ ബിസിനസ് താനെ അനുഭവത്തിലൂടെ പഠിച്ചു പോവുകയാണ്. അങ്ങനെ പഠിക്കുന്നത് കൊണ്ടാണ് ആ ബിസിനസ്സിലൂടെ പിന്നെ ഉയർച്ച വരുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും നമുക്ക് മറ്റേ അയാൾ കൂടോത്രം ചെയ്തു, ഇയാൾ കൈവശം തന്നു, അയാൾ ആഭിചാരം ചെയ്തു, ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ പുറകെ പോണത്. നമ്മൾ സൃഷ്ടാവാ ദൈവമായിട്ടൊരു കണക്ഷൻ ഉണ്ട് എങ്കിൽ നമ്മൾ ഈ മേഖല ഇനി പേടിക്കരുത്. മനസ്സിലായോ? നമ്മളിപ്പോ ഇതില് ഞാൻ പറയുന്നത് പോലെ ദൈവമായിട്ട് കണക്ഷനുമുണ്ട്, എനിക്ക് ആ ദൈവം മതി, ആ ദൈവത്തോടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് 100% നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ കൈവശവും അത് ഇതൊന്നും നിങ്ങളെ ഇനി ബാധിക്കില്ല എന്ന് ആദ്യം വിശ്വസിക്കണം. കാരണം നിങ്ങൾ ഏറ്റവും ഹൈലോട്ടാണ് നിങ്ങളുടെ പിടി. അപ്പൊ ഈ ചെറിയ ചെറിയ സാധനങ്ങൾ നിങ്ങളുടെ പറയാൻ വരൂല, ഉണ്ടെങ്കിലും മാറി നിൽക്കുകയുള്ളൂ. പിന്നെ എന്തുകൊണ്ടാണ് തടസ്സം ഉയർച്ച വരാത്തതെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നിൽക്കുന്നത് ഈ മേഖലയെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിനെ കുറിച്ച് നിങ്ങളുടെ നിയമങ്ങൾ വ്യവസ്ഥകൾ ഒരുപാട് എവിടെയൊക്കെയോ ആ തൊഴിലിൽ തെറ്റിക്കിടപ്പുണ്ട്. പൈസ ഡീൽ ചെയ്യണതായിരിക്കും തെറ്റ്, ഇല്ലെങ്കിൽ കിട്ടുന്ന കാശ് വിനിയോഗിക്കുന്നതിൽ തെറ്റായിരിക്കും. അത് നിങ്ങൾ കണ്ടെത്തണം. എന്റെ മെസ്സേജിലൂടെ ദൈവത്തിന്റെ ശരിയും തെറ്റുകളും പ്രകൃതി വ്യവസ്ഥകളെല്ലാം വെച്ച് നിങ്ങൾ തന്നെ ഒന്ന് മനസ്സിരുത്തി ഒന്ന് ധ്യാനിച്ചു നോക്കിയാൽ അതാണ് ഞാൻ പറഞ്ഞത്. ഈ വ്യവസ്ഥകളെല്ലാം നിങ്ങളുടെ ഉള്ളിലുണ്ട്, ശരിയും തെറ്റെല്ലാം നിങ്ങളുടെ ഉള്ളിൽ വെച്ച് ദൈവം ജനിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് കുറച്ചു നേരം നിങ്ങൾ തന്നെ ഇത് ശരിയാണോ തെറ്റാണോ ഇത് വേണോ വേണ്ടോ എന്ന് ചിന്തിച്ചാൽ ഉള്ളിൽ നിന്ന് തന്നെ അതിന്റെ മറുപടി കിട്ടും. പക്ഷെ ആ മെനക്കേട് അല്ലെങ്കിൽ അത് മനസ്സിലാക്കാതെയാണ് നമ്മൾ ഒരു ബന്ധവുമില്ലാത്ത ആരുടെങ്കിലും പോയി പ്രശ്നം വെച്ചും അല്ലെ പ്രാർത്ഥിച്ചും കാര്യം ചോദിക്കുക വല്ല പറഞ്ഞു തരണമെങ്കിൽ പറഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞ് പോകുന്നത് ചിലപ്പോൾ ഈ മേഖലയെക്കുറിച്ച് യാതൊരു ബന്ധവുമില്ലാത്ത വ്യക്തികളെടുത്തായിരിക്കും. അപ്പൊ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഉള്ളിലൂടെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വിശ്വസിച്ചും കൊണ്ട് ആദ്യം ഈ മെസ്സേജിലൂടെ അല്ലെ ഇങ്ങനെയുള്ള മെസ്സേജുകൾ വേറെ വ്യക്തികൾ പറയുന്നതിലൂടെ ഈ ശരിയും തെറ്റും അത്രയും മനസ്സിലാക്കിയെടുക്കണം. ഈ വ്യവസ്ഥകൾ ഏത് തൊഴിലാണ് ഏത് ബിസിനസ് ആണെങ്കിലും അതിന്റെ വ്യവസ്ഥകൾ, എന്ത് ചെയ്ത ലാഭം, ഗവൺമെന്റ് നിയമപ്രകാരം എങ്ങനെ, അതെങ്ങനെ, ടാക്സ് എങ്ങനെ, ഇതെങ്ങനെ, ഇതെല്ലാം മനസ്സിലാക്കണം. മനസ്സിലാക്കി വെച്ചിട്ട് വേണം എങ്ങനെ ചെയ്താൽ എനിക്ക് ഇതിലൂടെ ലാഭം കിട്ടും എന്നൊക്കെ പഠിച്ചിട്ട് വേണം ഒരു ബിസിനസ്സിലോട്ട് ഇറങ്ങാൻ. ഇതാദ്യം പഠിക്കുക. അല്ലാതെ ഇപ്പോഴും എന്റെ മെസ്സേജ് കേട്ട് 1 വർഷം കൊണ്ടേ മെസ്സേജ് കേട്ടിട്ടും അപ്പുറത്ത് മന്ത്രവാദം ഇപ്പുറത്ത് കൂടോത്രം അത് കാരണം എനിക്ക് ഉയർച്ചയില്ല എന്ന് പറയുന്നതേ നിങ്ങൾ തെറ്റാണ്. ഒന്നുകിൽ നിങ്ങളും ഈ മന്ത്രവാദികളുടെയും കൂടോത്രത്തിന്റെ പിറകെ എപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നവരായിരിക്കും എങ്കിൽ എനിക്ക് ഗ്യാരണ്ടി ഇല്ല. പക്ഷെ ഞാൻ പറയുന്ന പോലെ പ്രകൃതിയാകുന്ന ആ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ആ ദൈവം മാത്രം മതി എന്ന് ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്ന നിങ്ങൾ ഇനി മന്ത്രവാദം കൂടോത്രം അത് തടസ്സം, ബന്ധുക്കൾ തടസ്സം, എന്തോ കലക്കി വീട്ടിന്റെ ഫ്രണ്ടിൽ ഒഴിച്ചു ഇങ്ങനെയൊന്നും പറഞ്ഞെന്ന് നിങ്ങൾ പോകേണ്ട ആവശ്യം വരുന്നില്ല. രണ്ടും കൽപ്പിച്ച് ദൈവത്തിൽ വിശ്വസിച്ചും കൊണ്ട് ചെയ്യാൻ പോകുന്ന ബിസിനസ് അല്ലെ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസിനെ കുറിച്ച് പഠിക്കുക, എല്ലാ വശങ്ങളും പഠിക്കുക. എന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചും കൊണ്ട് ധൈര്യമായി ഇറങ്ങുക. ദൈവാധീനം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തത്.